ഹാഡിയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റി യു ജി ഏകജാലകം അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കോളേജസിലേക്ക് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഓൾറെഡി അപ്ലൈ ചെയ്തവർ മിസ്റ്റേക്കുകളൊന്നും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എം ജിയുടെ അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് എയ്ഡഡിൽ തന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എയ്ഡഡ് കോളേജസ് ഉണ്ടാവും, പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മെറിറ്റ് സീറ്റ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടോട്ടൽ ഇൻടേക്ക്, അതായത് ടോട്ടൽ സീറ്റുകൾ 60 ആണെങ്കിൽ അതിൽ 30 സീറ്റ് മെറിറ്റ് സീറ്റും 30 സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റും ആയിരിക്കും. മെറിറ്റ് സീറ്റാണ് ഈ എം ജിയുടെ ക്യാപ്പ് വഴി ഫില്ല് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ കോളേജ് വഴി എടുക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യണത് ഈ അലോട്ട്മെൻറ്റ് വഴി എടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് വഴി എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു പോസിബിലിറ്റി കൂടുതലാണ് കിട്ടാനുള്ളത്. കാരണം മിക്ക സ്കോളർഷിപ്പുകളും അലോട്ട്മെൻറ്റ് മെമ്മോ ചോദിക്കും. അപ്പം നമുക്ക് ഈ അലോട്ട്മെൻറ്റ് വഴി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് വഴി നമുക്ക് അഡ്മിഷൻ കിട്ടിയാലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന സ്കോളർഷിപ്പുകൾക്ക് ഈ എം ജി ക്യാപ്പ് വഴി അപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സ്കോളർഷിപ്പുകൾ കിട്ടാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾ എം ജി യു എന്ന് വെറുതെ അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ. ദെൻ ഫസ്റ്റ് തന്നെ എം ജി യൂണിവേഴ്സിറ്റി ആണ് കിടക്കുന്നത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഹോം കഴിഞ്ഞ് രണ്ടാമത് അഡ്മിഷൻ നടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് ക്യാപ്പ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിന് താഴെ നോ മോറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പി ജിയുടെയും യു ജിയുടെയും കാണാൻ പറ്റും. നമ്മളിപ്പോൾ യു ജിയുടെ എന്ന് പറയണത് ആദ്യത്തെ തന്നെ UGP എന്ന് നടക്കണുണ്ടോ, അതിൽ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ദെൻ അതിൽ നമ്മുടെ എലിജിബിലിറ്റി ഒക്കെ അറിയാനായിട്ട്, ഏത് കോഴ്സിന് എത്രയാണ്, എന്തോരം പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നൊക്കെ അറിയാനായിട്ട് ഇവിടെ നിങ്ങൾ റിസോഴ്സസിൽ വരാം. റിസോഴ്സസിൽ വന്ന് കഴിയുമ്പോൾ റിസോഴ്സസ് എടുക്കണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അതായത് ഇങ്ങനെയായിരിക്കും പേജ് നിങ്ങൾ വരുമ്പോൾ കിടക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളൊരു 3 ബാർ കിടക്കണുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിസോഴ്സസ് കാണാം. ദെൻ റിസോഴ്സസിൽ പ്രോസ്പെക്ടസ് കിടക്കുന്നുണ്ട്. അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓരോ കോഴ്സുകൾക്കുള്ള എലിജിബിലിറ്റി കറക്റ്റായിട്ട് മനസ്സിലാവും. അതല്ലാതെ ഇത് നോക്കി ഇവിടെ തൊട്ട് താഴെ നോട്ടിഫിക്കേഷൻ 2024 നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു എം ജി യു അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്, നമ്മൾ ഏതൊക്കെ ടൈമിൽ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഡേറ്റ് 7/6/2024 വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നിലവിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് നോക്കാം കേട്ടോ. ഞാനും വെബ്സൈറ്റ് ക്ലിയർ ആയിട്ട് നോക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്തേക്കണ ഓപ്ഷൻസും അതുപോലെ നമ്മുടെ ഇൻഡെക്സ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റും അതിനോടുകൂടി തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവല്ലേ, ആ സിസ്റ്റം ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ട്രയലാണ്. അത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും നമുക്ക് എവിടെയും പോയി ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ഷുവർ അല്ല. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ട്രയൽ കിട്ടിയ കോളേജ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടാം. ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നത് 12/6/2025 അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഡേറ്റ മോഡിഫിക്കേഷൻ, അതായത് നമ്മൾ കൊടുത്തേക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട് ഡേറ്റാസ്, പക്ഷേ നമ്മൾ ആദ്യം കൊടുക്കുന്ന കാര്യങ്ങളില്ലേ, അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അതൊന്നും തിരുത്താൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ആ ദിവസം മുതൽ ഡേറ്റ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ കൊടുത്ത ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കോളേജുകളുടെ ലിസ്റ്റും കോഴ്സും ഒക്കെ അതിൽ കാണാൻ പറ്റും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും കൂടുതൽ പോകും എന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സും മാത്രം വച്ചു കൊടുക്കുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന് പിന്നെ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കോളേജും കോഴ്സൊക്കെ കൊടുക്കുക. ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ എയ്ഡഡ് ആണോ പ്രൈവറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടും, അതുപോലെ കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോളേജിൽ എയ്ഡഡ് കോഴ്സും ഉണ്ടാവും അതുപോലെ തന്നെ സെൽഫും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എയ്ഡഡ് ആകുമ്പോൾ ഫീസ് സ്ട്രക്ചർ വളരെ കുറവായിരിക്കും. നമുക്ക് ഇയർലി ഒന്നും അങ്ങനെ ഫീസൊന്നും വരില്ല, എക്സാം ഫീസ് മാത്രം വരുള്ളൂ. പക്ഷേ സെൽഫ് ആകുമ്പോൾ കുറച്ചധികം ഫീസുകൾ നമ്മൾക്ക് ചിലപ്പോൾ സെം വൈസോ അല്ലെങ്കിൽ ഇയർലിയോ ഒക്കെ വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും. എയ്ഡഡ് ആവുമ്പോൾ ചേരുന്ന സമയത്തുള്ള ഒരു എമൗണ്ട് ഉണ്ടാവുള്ളൂ, പിന്നെ അങ്ങനെ പൈസയൊന്നും നമുക്ക് കൊടുക്കേണ്ട വരില്ല. അപ്പോൾ ആ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എയ്ഡഡ് കോഴ്സ് ആണോ സെൽഫ് ആണോ എന്ന്. സെൽഫ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ SF എന്ന് എഴുതിയിട്ടുണ്ടാവും, സെൽഫ് ഫിനാൻസിങ് കോഴ്സ് എന്ന് പറയുണ്ടാവും. അല്ലെങ്കിൽ എയ്ഡഡ് ചില
ചിലപ്പോൾ ബ്രാക്കറ്റിലൊന്നും ഉണ്ടാവില്ല, അത് മിക്കവാറും എയ്ഡഡ് കോഴ്സ് ആയിരിക്കും. സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണെങ്കിൽ സാധാരണ അത് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് അറിയാനായിട്ടുള്ള എളുപ്പവഴിയുമുണ്ട്. നിങ്ങളിപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നോക്കണം എന്നില്ല, അതിന് മുമ്പ് തന്നെ നിങ്ങൾ കോളേജും കോഴ്സും നോക്കിയിട്ട് നിങ്ങൾക്കത് എഴുതിയൊക്കെ കൊണ്ടുപോകാനുള്ള വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇത് പറയണതിൻ്റെ ഒപ്പം പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ തീർക്കട്ടെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസൊക്കെ കറക്റ്റായിട്ട് വെക്കുക. ഓർക്കുക, നമ്മൾക്ക് ഒരു ഓപ്ഷൻ നമ്മൾ വച്ച് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മൾ മൊത്തം ഒരു 10 ഓപ്ഷൻസ്, നമുക്ക് എത്ര വേണമെങ്കിലും ഓപ്ഷൻസ് വെക്കാം കേട്ടോ. അങ്ങനെ ഒരു ഇത്രയും വെക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമ്മളൊരു 10 എണ്ണമാണ് വച്ചേക്കണേ. നമുക്കൊരു 5ാമത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 5ന് താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് 5ാമത്തത് കിട്ടി. അത് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കാനുള്ള ഓപ്ഷൻ 5ന് മുകളിലുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 മുതൽ 4 വരെയുള്ളത് ഉണ്ടാവുള്ളൂ. 5ന് താഴെയുള്ള എല്ലാം ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളായിരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ കോളേജ് ആയിരിക്കണം ആദ്യം വെക്കേണ്ടത്. അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ളതൊക്കെ ഡിലീറ്റ് ആയിട്ടുള്ളത് പോകുമെന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്ത് കളയാനും വേണ്ടാത്തത് ഏതെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാനൊക്കെ സമയം കഴിഞ്ഞ വർഷം ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ സമയം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യണ്ടോ അങ്ങനെയൊന്നും ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യണം. അതെന്ന് പറയണത് യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ഫീസ് അടക്കുക എന്നുള്ളതാണ്. 1200 സാധാരണ വരണത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയവർ മാത്രം മതി. പക്ഷേ എല്ലാവരും ചെയ്യണം. കിട്ടിയ എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ നോക്കിയാൽ 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 18-ാം തീയതിയാണ്. 18ഉം 19ഉം 4 മണി വരെയാണ് നമ്മൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കാൻ സമയം തന്നേക്കണം. ഈ ദിവസത്തിനുള്ളിൽ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ആ ഫീസ് അടച്ചില്ലെങ്കിൽ നമ്മുടെ ആ കിട്ടിയ അലോട്ട്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായോ? മാത്രമല്ല നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോകും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ പരിഗണിക്കില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കണം, വെബ്സൈറ്റിൽ അറിയാൻ പറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത്. അപ്പം നമ്മുടെ നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കണം നമുക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ആ ഒരു ലിങ്ക് അതിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിലൂടെ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കണം, നിർബന്ധമായിട്ട് അടക്കണം. എന്നിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അത്രയും ചെയ്താൽ മതി. പക്ഷേ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്തായി പോകും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, കിട്ടിയ എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത കളയുകയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒക്കെ അങ്ങനെ ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയണത്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ചിലവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നേക്കണത്. ചിലവർക്ക് ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലായിരിക്കും ഒരു കോളേജ് കിട്ടിയേക്കണത്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ഫീസ് നിർബന്ധമായിട്ട് അടച്ചിട്ട് പിന്നെ ബാക്കി കോളേജിൻ്റെ ഫീസ് ഉണ്ടാവില്ല. കിട്ടിയ കോളേജിൽ സർട്ടിഫിക്കറ്റും നമ്മുടെ ഫീസും ഒക്കെ ആയിട്ട് കോളേജിൻ്റെ കുറച്ച് ഫീസുകൾ ഉണ്ടാവും. അത് നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുകയോ അല്ലെങ്കിൽ കോളേജിൽ വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് അതത് കോളേജിൽ പോയി ജോയിൻ ചെയ്യണം കേട്ടോ. അത് MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പറയും. കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ വർഷം എങ്ങനെ പറയണേന്ന് അറിയില്ല. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടണത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ആദ്യം അടക്കാനുള്ള ഫീസ് അടച്ചിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ബാക്കി സർട്ടിഫിക്കറ്റാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അതല്ല ഫസ്റ്റ് കിട്ടിയ കുട്ടി ആദ്യം തന്നെ കിട്ടിയോ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചവരാണെങ്കിലും സെക്കൻഡ് ഫേസിലെ സെയിം കോളേജ് ആണെങ്കിലും ഒക്കെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആ ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് തേർഡ് അലോട്ട്മെൻറ്റ് ആണ്. കഴിഞ്ഞ വർഷം 3 അലോട്ട്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. സോ തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പും നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ചെയ്ത പോലെ വേണമെങ്കിൽ ഓപ്ഷൻസ് കളയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഓർക്കുക, ട്രയൽ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് നമുക്ക് പുതിയ കോളേജുകൾ നമ്മൾ ആദ്യം കണ്ട കോളേജുകൾ ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും നമ്മൾ വച്ചേക്കണ കോളേജുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്നല്ലാതെ പുതിയ കോളേജൊന്നും ചേർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കോളേജുകളും കോഴ്സുകളും ഒക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കിട്ടണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തേർഡിൽ വേറെ ഒന്നും വരില്ല. അതേസമയം നിങ്ങൾ കൊടുത്ത 2ാമത്തെയോ 3ാമത്തെയോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ആണെങ്കിൽ പോലും തേർഡിൽ
ഇടയിൽ നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാം. മനസ്സിലായി? അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ പോയി ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിലും തേർഡിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഫീസും സർട്ടിഫിക്കറ്റും ഒക്കെ നമ്മൾ പോയി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് വാങ്ങിച്ചിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയി ചേരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുണ്ടാവില്ല, തേർഡ് അലോട്ട്മെൻറ്റിലായിരിക്കും ആദ്യമായിട്ടൊരു അലോട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചിട്ട് വേണം കോളേജിൽ പോയി ജോയിൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കേട്ടോ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇവിടെ ഫീസ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയത് 1-ാം തീയതി ആയിരുന്നു. 1/7/2024 ക്ലാസ് തുടങ്ങിയത്. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു SC ST കുട്ടികൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തവർ വീണ്ടും ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും കൊടുക്കണ്ട, പക്ഷേ ഓപ്ഷൻസ് കൊടുക്കണം. അതല്ല യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ അപ്ലൈ ചെയ്തില്ല അങ്ങനെയുള്ളവർക്ക്, അതായത് MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അപ്ലൈ ചെയ്തില്ല, ഇപ്പോൾ ഈ SC STയുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫീസൊക്കെ അടച്ച് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് വീണ്ടും ഫീസ് അടക്കണ്ട, പക്ഷേ ഓപ്ഷൻസ് വീണ്ടും കൊടുക്കണം. അപ്പോൾ ഇത് SC STക്കാർക്ക് മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെ 2 അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അതായത് അതിനെ പറയുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഫോർ SC ST എന്നാണ്. അത് 1ഉം 2ഉം ഉണ്ടാവും. അതിനുശേഷം നമുക്ക് വേറൊരു എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അലോട്ട്മെൻറ്റ് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ. ഈ നമ്മൾ SC STക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തിയ പോലെ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത MG യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്കും ഓൾറെഡി അപ്ലൈ ചെയ്തവർക്കും ഒക്കെ ആയിട്ട് സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തവർക്കും അത് സാധാരണഗതിയിൽ കൊടുക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ല. അതായത് ഇപ്പോൾ 3 അലോട്ട്മെൻറ്റിലും ഒരു കോളേജ് കിട്ടി, പക്ഷേ അതിൽ തൃപ്തരായിട്ടില്ല, വേറെ കോളേജ് വേണം എന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം. ഇതുവരെ MG യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അവർക്കും കൊടുക്കാം. ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരാണെങ്കിൽ അവർക്കും കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ കൊടുക്കാം കേട്ടോ. സാധാരണ കഴിഞ്ഞ വർഷം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓൺലൈൻ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഫീസൊന്നും അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട, നിങ്ങൾ ചോയ്സ് ഓപ്ഷൻസ് കൊടുത്താൽ മതി. അതേസമയം MG യുവിൽ അതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതാണ്. MG യുവിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഫീസൊക്കെ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഓപ്ഷൻസൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ സാധാരണ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1ഉം 2ഉം വരാറുണ്ട്. കാരണം ഈ ആദ്യമൊക്കെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കീമിൻ്റെ അലോട്ട്മെൻറ്റുകളൊന്നും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കീം അലോട്ട്മെൻറ്റുകൾ വരുന്ന അനുസരിച്ചിട്ട് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ നീറ്റിൻ്റെയൊക്കെ വരുമ്പോൾ ബയോളജിയിൽ നിന്നും സുവോളജിയിൽ നിന്നും ഒക്കെ കുട്ടികൾ, കമ്പ്യൂട്ടർ സയൻസിൽ നിന്നൊക്കെ കുട്ടികൾ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ 1ഉം 2ഉം ഉണ്ടാവും. അതുകൂടാതെ വീണ്ടും നമുക്ക് ഈ കോളേജിലെ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ പോലെ വീണ്ടും അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ, ഇപ്പം നിലവിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് തീർത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9/8/2025 അപ്പോൾ അതുവരെയൊക്കെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ, നിങ്ങളെ കോളേജിൽ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് പ്രൊസീജിയർ ഉണ്ടല്ലോ, അതായത് അഡ്മിഷൻ ഫ്രം റാങ്ക് ലിസ്റ്റ് അറ്റ് കോളേജ് ലെവലിൽ നിന്ന്, ആ ഒരു ഇതുവരെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് നിൽക്കണ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളെ നിങ്ങൾ ചിലപ്പോൾ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തേക്കണ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കണ കോളേജിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ നമ്പറൊക്കെ ആക്റ്റീവായിട്ട് വെക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 അലോട്ട്മെൻറ്റ്, പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് SC STയുടെ 1ഉം 2ഉം ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1ഉം 2ഉം ഉണ്ടാവും. പിന്നെയും അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് സ്പോട്ട് വേക്കൻസി പോലെ, അതായത് അവിടെ വേക്കൻസി ഉള്ള അനുസരിച്ചിട്ട് കുട്ടികളെ ഫില്ല് ചെയ്യണ അലോട്ട്മെൻറ്റ് പിന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് MG യുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കോളേജസ്, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് പറഞ്ഞു. ഇനി കോളേജ് ആൻഡ് പ്രോഗ്രാം, ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള പ്രോഗ്രാമാണ് വേണ്ടത്, അത് ഏത് കോളേജിലുണ്ടെന്നോ ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എളുപ്പവഴിയുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ അക്ഷയയിലോ കഫേയിലോ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ, എവിടെയാണെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോൾ ടൈം ഔട്ടായി പോകും. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ സെൽഫാണോ എയ്ഡഡ് പ്രോഗ്രാമാണോ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സാണോ നമ്മൾ ഇഷ്ടമുള്ള കോളേജാണോ ആദ്യം വന്നേക്കണേന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ തന്നെ കൊടുക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ പ്രോസ്പെക്ടസിൻ്റെ താഴെ കോളേജ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ
നിങ്ങൾ പ്രോഗ്രാം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള പ്രോഗ്രാം എവിടെയൊക്കെ ഉണ്ട് എന്നറിയാനായിട്ടാണെങ്കിൽ നിങ്ങൾ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എല്ലായിടത്തും ബയോ സയൻസ് എന്നുള്ള അതാണ് ഇതിപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് കിടക്കണത്. ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്, 4+1 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്, 5 വർഷത്തെ കോഴ്സുകളാണ്. അത് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതാട്ടോ, ഈ കോളേജിലാണുള്ളത്. ഗ്രാജുവേറ്റ് സ്കൂൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് PDH ഗവൺമെൻറ് ആണ്, അവിടെയാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്. ഇനി അതല്ല ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ സയൻസ്, 5 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ്, സാധാരണ 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്, ഓണേഴ്സ് കോഴ്സാണ് MGU ഓഫർ ചെയ്യണം. അതല്ലാതെ നമുക്ക് 5 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. സോ അതാണ് 4+1 ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. അപ്പോൾ അത് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കോളേജുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഗ്രാജുവേറ്റ് സ്കൂൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇതിപ്പോൾ ഇങ്ങനത്തെ 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഇത് MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഈ ക്യാപ്പിൽ വരുന്ന കോളേജുകളുടെ ലിസ്റ്റാണ്. അതല്ലാതെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പോൾ ഭാരതമാതയിലുണ്ടാവും, SHലൊക്കെ അങ്ങനെയൊക്കെയുള്ള കോളേജുകളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനി 4 ഇയറിൻ്റെ കോഴ്സുകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 4 ഇയർ ഓണേഴ്സ് ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. ഹിസ്റ്ററി ഉള്ള കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജുകൾ ഇതൊക്കെയാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇത് ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. 4 ഇയർ ഇത് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് തന്നെയാണ്, ഹിസ്റ്ററിയുടെയാണ് കാണിക്കുന്നത് കേട്ടോ. 4+1 ഇയർ ഇൻറ്റഗ്രേറ്റഡ് അല്ലാതെ നമ്മൾ 4 ഇയർ കോഴ്സുകൾ നമുക്കൊന്ന് നോക്കാം എവിടെയാണ് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് പിന്നെ BVO കോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. BVO ഓണേഴ്സ് സൗണ്ട് എഞ്ചിനീയറിങ്, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ BA ഓണേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സ്, അതാണ് ഇപ്പോൾ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ തുടങ്ങിയാണ് ഏകദേശം 4 വർഷത്തെ കോഴ്സുകൾ തുടങ്ങുന്നത്. BA ഓണേഴ്സ് തുടങ്ങുന്നത് BA ഓണേഴ്സ് അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ. അതിന് മുമ്പ് 5 വർഷത്തെ കോഴ്സുകളും BVO കോഴ്സുകളുടെ ലിസ്റ്റുമാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ BA ഇംഗ്ലീഷ് ഓണേഴ്സ് കോഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അൽഫോൺസ കോളേജ് പാല, അത് എയ്ഡഡ് കോഴ്സാണ് കണ്ടോ. അതുപോലെ തന്നെ ഇത് കൊടുത്തേക്കണ മിക്ക കോളേജുകളിലും എയ്ഡഡ് കോഴ്സാണ്. ചില സ്ഥലത്ത് ഗവൺമെൻറ് കോളേജുകളിൽ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ, അപ്പോൾ അത്ര പോലും ഫീസ് വരില്ല. എയ്ഡഡിൽ കൊടുക്കുന്ന ഫീസ് പോലും ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് ആവില്ല. ഇനി ഇതൊക്കെ എയ്ഡഡ് കോഴ്സുകളായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ അതിന് തൊട്ട് താഴെ BA ഓണേഴ്സ് ഇംഗ്ലീഷ് സെൽഫ് ഫിനാൻസിങ് ഉള്ള കോളേജുകളുടെ ലിസ്റ്റും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇത് കണ്ടോ, ഇവിടെയൊക്കെ BA ഓണേഴ്സ് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോഴ്സായിട്ടാണ് കാണുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഹിന്ദി കൊടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഏതൊക്കെ കോളേജിലാണോ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഇതുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഓക്കെ, സോറി, ഞാൻ ഇത് തിരിച്ചിങ്ങോട്ടായിപ്പോയി, ഞാൻ ബാക്ക് ആക്കിയപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് റിസോഴ്സസ് അല്ല, ഫൈൻഡ് യുവർ കോളേജ് ആൻഡ് പ്രോഗ്രാംസിലായിരുന്നു. അതിൽ നമ്മൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് കോളേജ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോളേജ് ഇതിൽ നോക്കിയേ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ കോളേജാണെന്ന് അറിയാൻ പറ്റും. ആദ്യം MG യൂണിവേഴ്സിറ്റി അക്കാദമിക് സ്കൂളാണ്, അതാണ് നമ്മൾ ആദ്യം 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ നോക്കിയപ്പോൾ കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അത്. പിന്നെ ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ്, ഗവൺമെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം ഗവൺമെൻറ് കോളേജുകളാണ്. ഓക്കെ, ഇനി അതിൽ ഇപ്പോൾ ഏകദേശം ഗവൺമെൻറ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തറ, അതിൽ പ്ലസ് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു പ്രോഗ്രാം എടുത്ത് നോക്കണതിനെക്കാട്ടിയും കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം ചിലപ്പോൾ ഇങ്ങനെ നോക്കാൻ എളുപ്പം ഉണ്ടാവും. അതായത് എയ്ഡഡ് ആണോ സെൽഫാണോ എന്നൊക്കെ നിങ്ങൾക്ക് കോളേജുകൾ അറിയാൻ പറ്റും. ഇത് എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജിൽ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെയാണ് എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കഴിഞ്ഞിട്ട് എയ്ഡഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് എയ്ഡഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്നറിയാം. പിന്നെ സെൽഫ് ഫിനാൻസിങ്, അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഗവൺമെൻറ്, അതായത് IHRയുടെ കീഴിൽ ചില കോളേജസ് ഉണ്ട്, അതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജ് കൺട്രോൾഡ് ബൈ ദി ഗവൺമെൻറ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കോളേജ് നോക്കിയിട്ട് ആ കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് അറിയാനായിട്ട് കോളേജിന് നേരെ പ്ലസ് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ ആ കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, ആ കോഴ്സുകൾ സെൽഫാണോ എയ്ഡഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി അപ്ലൈ ചെയ്യാനുള്ളത് ലിങ്ക് ഇവിടെ രജിസ്ട്രേഷൻ കണ്ടോ, ഈ രജിസ്ട്രേഷനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേഷനാണ്, അതാണ് തെറ്റിപ്പോയാൽ തിരുത്താൻ പറ്റില്ല എന്ന് പറയണത്. ഈ കാണുന്നത്, അതായത് നമ്മുടെ രജിസ്റ്റർ നമ്പർ, +2ലെ രജിസ്റ്റർ നമ്പർ തെറ്റാതെ സർട്ടിഫിക്കറ്റിൽ നോക്കി എഴുതാം. നിങ്ങളിപ്പോൾ ഡിജി ലോക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ സർട്ടിഫിക്കറ്റ്, അത് മതി.
ഇയർ ഓഫ് പാസിങ് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇയർ ഓഫ് പാസിങ് ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ 2025, കഴിഞ്ഞ വർഷം പാസ്സായവരാണെങ്കിൽ 24, അതൊന്നും തെറ്റിപ്പോകാതെ തന്നെ കൊടുക്കണം. നിങ്ങളുടെ പേര് സർട്ടിഫിക്കറ്റിലുള്ള പോലെ ആധാർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതെവിടെയെങ്കിലും എഴുതി വെക്കുക, പിന്നീട് ലോഗിൻ ചെയ്യാൻ ആവശ്യമുള്ളതാണ്. പിന്നെ +2 ബോർഡ്, അതിവിടെ ചൂസ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അതിലേതാണ് നിങ്ങളുടെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരളയാണോ, സീനിയർ, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ എന്നാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോള് എന്നാണ് അറിയണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. മെയിൽ ID ഒരു മെസ്സേജ് വന്നാൽ അറിയണത് അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോകരുത്, സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഇവിടെ 3 കാറ്റഗറിയാണ് ചോദിച്ചേക്കുന്നത്. SC ST ആണോ, അല്ലെങ്കിൽ ജനറൽ SC/BC OBC ആണോ, അല്ലെങ്കിൽ ലക്ഷദ്വീപ് മുസ്ലിം ആണോ എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഫീസ് അവിടെ അപ്ലിക്കേഷൻ ഫീസ് വരിക. സോ അത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അതനുസരിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നമ്മളുടെ ഓപ്ഷൻസ്, കോളേജുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് അത് കൊടുക്കുക. അടുത്തത് ഫീസ് അടക്കുക എന്നുള്ളതാണ്. ഫീ പേയ്മെൻറ്റ് യൂണിവേഴ്സിറ്റിക്ക്, അതായത് ആപ്ലിക്കേഷൻ ഫീസ് ആട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ള ഫീസ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അടക്കേണ്ട ഫീസാണ്. ഇത് ആപ്ലിക്കേഷൻ ഫീസാണ്, അത് അടക്കുക. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും റിസർവേഷനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളും 10th സർട്ടിഫിക്കറ്റും 12th സർട്ടിഫിക്കറ്റും ഒക്കെ, ഇതൊക്കെ ഡിജിലോക്കറിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ +2ൻ്റെ, അപ്പോൾ ഡിജിലോക്കറിൽ നിന്ന് നിങ്ങൾ എടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് ക്ലിയർ ആയിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഫൈനൽ സബ്മിഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. ഫൈനൽ സബ്മിഷൻ കൊടുത്ത് നമ്മൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ. ചില പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ അക്ഷയയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. നമ്മൾ വീട്ടിലാണെങ്കിൽ പ്രിൻ്റർ ഇല്ലെങ്കിൽ ആ PDF ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നീട് അത് പ്രിൻ്റ് എടുക്കണം. നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുപോകാനുള്ളതാണ്. അതുപോലെ ഈ പ്രിൻ്റ് എടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ കൊടുത്താലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. പ്രിവ്യൂ നോക്കിയിട്ട് തിരിച്ചു പോയിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കാതിരിക്കരുത്. ഫൈനൽ സബ്മിഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ MES പോലുള്ള കോളേജുകളിൽ മുസ്ലിം മൈനോറിറ്റിക്കും, അതല്ലാതെ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ കോളേജുകളിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കും, അല്ലെങ്കിൽ NSS പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആ ഇതായിട്ടുള്ള കമ്മ്യൂണിറ്റിക്കൊക്കെ കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷനുണ്ട്. സോ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. സോ അങ്ങനെ ആവശ്യമുള്ളവർ അത് കൊടുക്കുക. കുറച്ചും കൂടി എളുപ്പമുണ്ടാവും നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട്. സോ അതും കൂടി നിങ്ങൾ കൊടുക്കുക. പിന്നെ സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, അങ്ങനെയുള്ള റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഓക്കെ കൊടുത്തിട്ട്, പക്ഷെ അത് പ്രൂഫ് ചെയ്യണ സർട്ടിഫിക്കറ്റുകളും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, വീഡിയോ ലെങ്തായി പോണതുകൊണ്ടാണ് ധൃതി പിടിച്ച് പറയുന്നത്. പ്രോസ്പെക്ടസ് വായിച്ച് നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് ക്ലിയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.